ഗൈസ്, നമുക്കൊരു ചെറിയ പണി കിട്ടി. അൽഫിത്രേന് ഇഷ്ടമായത് ഈ സ്കൂളാണ് ഇഷ്ടമായത്. അൽഫിത്ര ഇവിടെ നല്ല ഹാർഡാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളും അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ലൈക്ക് ഒക്കെ ആണെന്ന് പറയാം കേട്ടോ. കാരണം ഇന്ന് ഹയാസിന്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. അപ്പോൾ ഞാനൊരു മോർണിംഗ് റൊട്ടീനാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. രാവിലെ അലാറം അടിച്ചപ്പോൾ തന്നെ ഹംനയും എൻ്റെ കൂടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഹംനയുടെ മൂഡാണെങ്കിൽ അത്ര സുഖമില്ലാത്തൊരു മൂഡാണ്, ഭയങ്കര വാശിയാണ്, താഴെയൊന്നും നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഹയാസിന്റെ സ്കൂൾ ലൈഫിലത്തെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സ്ലോ മോർണിംഗ് എന്നൊക്കെ പറയാം കേട്ടോ. കാരണം നമ്മളാണിന്ന് കൊണ്ടുപോയി ആക്കുന്നത്. ഹംനനെ കുറച്ച് നേരമൊക്കെ ഒന്ന് കൊണ്ടുവരുന്ന പുന്നാരിച്ചു, ഫീഡ് ചെയ്തൊക്കെ നോക്കിയിട്ട് അവൾ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവളൊന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് സെറ്റ് ആക്കിയിട്ട് വാപ്പിച്ചെടുത്തോണ്ട് പോയി. ഇനിയിപ്പോ കുറച്ചു നേരം എന്തായാലും വാപ്പിച്ച് അവളെ ടേക്ക് കെയർ ചെയ്തോളും. അപ്പൊ ഞാൻ രാവിലെ തന്നെ കട്ടൻ ചായ കുടിക്കാണ്. ഉമ്മിച്ച് രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് ചായയൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും കട്ടൻ ചായ കുടിക്കാന്ന്. ഈ ഒരു വീഡിയോ ഞാൻ ഓൺ വോയിസിൽ ഫസ്റ്റ് ഷൂട്ട് ചെയ്തതാണ്. പക്ഷെ എന്റെ തൊണ്ടയുടെ ഒരു കരകരപ്പൊക്കെ കൊണ്ടിട്ട് അതങ്ങോട്ട് സെറ്റ് ആയില്ല. പിന്നെ ഞാൻ എന്തായാലും വോയിസ് ഓവർ ചെയ്യാന്ന് പറഞ്ഞു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണിയിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിന്ന് പുട്ടും പയറുമാണ് കേട്ടോ. ചെറുപയർ ഉമ്മിച്ച് ഓൾറെഡി വേവിച്ച് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിനൊന്ന് കറിയാക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പുട്ടിന് പൊടി നനയ്ക്കാണ്. ഇത് നമ്മുടെ ഇൻസ്റ്റന്റ് പുട്ടുപൊടിയാണ്. അപ്പൊ ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് കുറച്ചു നേരം ഒന്ന് അടച്ചു വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ പുട്ടിന്റെ പൊടി റെഡി ആയിട്ടുണ്ടാവും. ആ സമയം കൊണ്ട് ഞാൻ കട്ടൻ ചായ കുടിക്കാം. ഇന്നാണെങ്കിൽ എനിക്ക് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഭയങ്കര ടെൻഷനുമാണ് കേട്ടോ. കാരണം ഹയാസ് ഒരു പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് പോകാൻ പോണത്. ഫസ്റ്റ് ഡേ ആണ്. പിന്നെ എങ്ങനെയൊക്കെ ആയിരിക്കും, അവൻ ഓക്കെ ആയിരിക്കും എന്നൊക്കെ ഉള്ള ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ട് എന്റെ കൂടെ. ഇന്ന് ഓരോ ജോലികൾ ചെയ്യുമ്പോഴും പെട്ടെന്ന് എന്തോ ബ്ലാങ്ക് ആയി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഇന്നെന്റേത്. കുറെ നേരമൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ടാണ് ഇനി അടുത്തത് എന്ത് ചെയ്യണം എന്ന് തന്നെ ഞാൻ നോക്കുന്നത്. ഇന്നത്തെ മോർണിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഇനിയുള്ള ദിവസങ്ങളിലേക്കുള്ള എന്റെ റൊട്ടീൻ ഒന്ന് ഓക്കെ ആക്കി എടുക്കലും കൂടിയാണ്. കാരണം ഈ ഒരു 2 മാസത്തെ വെക്കേഷൻ ഹയാസിന്റെ കൂടെ ഞാനും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി എന്റെ മോർണിംഗ് റൊട്ടീൻ കൂടി ഇനി കറക്റ്റ് ആയിട്ട് വരാനുണ്ട്. അന്നാട് ഉറക്കം ശരിയാവാത്തത് കൊണ്ട് തന്നെ മൂഡ് ഒട്ടും ശരിയല്ല. വാപ്പിച്ചെടുത്തുകൊണ്ട് നടന്നിട്ടൊന്നും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ അതേ അടുക്കളയിൽ കൊണ്ടുവന്ന് ആ ചെയറിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ചക്ക വറുത്തതൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാണ് ഹംനാനെ. എന്നും രാവിലെ ഉമ്മിച്ച് എണീക്കുമ്പോ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട ഏകദേശം കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ പകുതി കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് ചെയ്യാനുണ്ടാവാറുള്ളത്. ചെറുപയർ കറി വെക്കുന്നത് എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം വലിയ മസാലക്കൂട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇനിയുള്ള ദിവസങ്ങളിൽ ഹംന എന്റെ കൂടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും നല്ല ഷടപടേ ഓട്ടപ്പാച്ചിലുകളായിരിക്കും. അപ്പൊ എനിക്ക് വീഡിയോ ഷൂട്ടിംഗ് നടക്കുമോ എന്നുള്ളത് എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. അപ്പൊ ഇന്ന് എന്തായാലും ബെസ്റ്റ് ഡേ ആണ്. കാരണം ഇന്ന് ലേറ്റ് ആയിട്ട് പോയാൽ മതിയല്ലോ. ഞാൻ ഈ ചെറുപയർ കറി വെക്കുമ്പോഴെല്ലാം എനിക്ക് പറ്റുന്ന ഒരു തെറ്റാണ് കേട്ടോ. കുറച്ച് എരിവ് കൂടുതലായിട്ട് നിൽക്കാറുണ്ട്. ഞാൻ ഈ ചതച്ചമുളകിന്റെ ഭയങ്കര ഫാനാണ്. അപ്പൊ ഞാൻ എപ്പോഴും എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തോ മതിയാവാത്ത പോലെയാണ്. അപ്പൊ ഞാൻ കുറച്ചും കൂടി ഇടാറുണ്ട്. എരിവെന്ന് പറഞ്ഞത് സഹിക്കാൻ പറ്റാത്ത എരിവൊന്നുമല്ല കേട്ടോ. നോർമലി ഉള്ളതിനേക്കാളും ഒരു ഇത്തിരി കൂടുതലായിട്ട് നിൽക്കും. ഇവിടെ ഹയാസിനാണ് എരിവ് തീരെ പറ്റാത്തത്. ബാക്കി ആർക്കും അങ്ങനെ എരിവിനെ പറ്റി വലിയ വിഷയങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എന്നെ ആരും അതും പറഞ്ഞിട്ടൊന്നും പറയാറൊന്നുമില്ല. എനിക്ക് തന്നെ പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട് കുറച്ച് എരിവ് കൂടുതലാണെന്ന്. ചെറുപയർ കറി സെറ്റ് ആയപ്പോൾ ഞാൻ ആ ഗ്യാസ് ഓഫ് ചെയ്തില്ല. അതിൽ തന്നെ നമ്മൾ പുട്ടും ഉണ്ടാക്കാൻ പോകും. ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു സ്ലോ മോർണിംഗ് ആണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഗ്യാസ് മാത്രമാണ് കത്തിച്ചേക്കുന്നത്. നാളെ മുതൽ ഇൻഷാ അല്ലാഹ് എന്തായാലും 2 ഗ്യാസ് അടുപ്പും തികയാതെ വരും എന്നുള്ളത് എനിക്കറിയാട്ടോ. പുട്ടടപ്പത്ത് വെച്ചിട്ട് ഞാൻ ഹയാസിന്റെ സ്കൂളിലേക്ക് പുതിയതായിട്ട് വാങ്ങിച്ച ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും എല്ലാം എടുക്കുകയാണ്. അതിന്റെ കൂടെ ഞാൻ ന്യൂഡിൽസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഹയാസിന് സ്നാക്സ് മാത്രം കൊണ്ടുപോയാൽ മതി. അപ്പൊ ഞാൻ ഇന്ന് ന്യൂഡിൽസ് ആണ് കൊടുത്തുവിടാൻ തീരുമാനിച്ചേക്കുന്നത്. ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും ഒന്നും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ ഞാനൊന്ന് ചെറുതായിട്ട് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കഴുകി സെറ്റാക്കിയൊക്കെ എടുത്തു. പിന്നെ ന്യൂഡിൽസ് ഞാൻ വേഗം അടുത്ത അടുപ്പത്തിലേക്ക് വെക്കാണ് കേട്ടോ. പിന്നെ അത് സെറ്റായി കഴിയുമ്പോൾ നേരെ പാത്രത്തിലേക്ക് ആക്കാം. ഇനിയിപ്പോ അധികം സമയമില്ല. ഇപ്പൊ തന്നെ ഒരു 7:15 കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് ഹയാസിനെ എഴുന്നേപ്പിച്ച് കൊണ്ടുവരാണ്. രാത്രിയെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോ ഹയാസിനെ കിടത്തിയിട്ടുണ്ടായിരുന്നത്. രാവിലെ ഞാൻ വിളിക്കുമ്പോൾ തന്നെ എഴുന്നേക്കണം എന്നെല്ലാം അതിനെല്ലാം ഓക്കെ പറഞ്ഞ ആളാണ്. രാവിലെ ഞാൻ വിളിച്ചപ്പോൾ ഉമ്മി എനിക്ക് ഇനി ഉറങ്ങണം എന്ന് പറഞ്ഞ് നല്ല രീതിയിലുള്ള ഒരു മടി ഉണ്ടായിരുന്നു. ഹയാസിനെ പുന്നാരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഹംനക്ക് നല്ല രീതിയിലുള്ള കുശുമ്പ് ഉണ്ടാവാറുണ്ട് കേട്ടോ. ആക്ച്വലി ഇക്കാകെ എഴുന്നേറ്റിട്ട് ഹംനയും ഇക്കാകെയും കൂടി അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യായിരുന്നു. ഹയാസിനെ ഞാൻ എടുത്തോണ്ട് വരുന്നതും അവനെ പുന്നാരിക്കുന്നതൊക്കെ കണ്ടതോടുകൂടി ആളും എന്റെ കൂടെ ഒക്കത്തേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ 2 പേരെ മടിയിലിരുത്തി കുറച്ചു നേരമൊക്കെ ഒന്ന് പുന്നാരിച്ചിട്ട് ഹയാസിനെ ബ്രഷ് ചെയ്യാൻ വേണ്ടി വിട്ടേക്കാണ്. അപ്പോഴേക്കും നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആവുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ കുറച്ചും കൂടി എളുപ്പമുള്ള സംഭവമാണല്ലേ ഈ പുട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. ആദ്യത്തെ പുട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിനെ പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സെക്ഷൻസ് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ അടുപ്പത്ത് നമ്മുടെ ന്യൂഡിൽസും ഇവിടെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനെയും കൂടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ന്യൂഡിൽസ് സെറ്റ് ആയപ്പോൾ അത് ലഞ്ച് ബോക്സിലേക്ക് ആക്കിയിട്ട് കുറച്ച് ടൊമാറ്റോ സോസും
കുറച്ചും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കഴിക്കാൻ എളുപ്പത്തിന് സ്പൂണും വെച്ച് കൊടുക്കുന്നുണ്ട്. ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും എല്ലാം സെറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഹയാസിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാണ്. ഇനിയിപ്പോൾ ഹയാസിനെ ഫ്രഷപ്പ് ആക്കുന്ന ടൈമാണ്. രാവിലെ കഴിക്കാനായിട്ട് കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് അധികം ടൈം എടുക്കും. അപ്പോൾ ആ സമയം കൂടി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും വാരി കൊടുക്കാണ്. ഹയാസിന് വാരി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും മിക്കാകെ ദേ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ഹയാസിന് വാരി കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഞാനും കൂടെ ഇരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഹയാസിനെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കണം. പോയി വരുമ്പോഴേക്കും കുറച്ചധികം ലേറ്റ് ആവും. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് പോകാമെന്ന്. ഹംനയും ഇതിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഓരോ വായി ഹംനാക്കും വെച്ചു കൊടുക്കുന്നുണ്ട്. ക്യാമറ ഓൺ ആണെന്നുള്ള കാര്യം ഇക്കാക്ക് എന്തോ മറന്നുപോയി എന്ന് തോന്നുന്നുണ്ട്. കാരണം എനിക്ക് വാരിയൊക്കെ തരുന്നുണ്ട്. സാധാരണ രീതിയിൽ ക്യാമറ ഓൺ ആണെങ്കിൽ ഇക്കാക്ക് ഇങ്ങനെ ഒന്നും ചെയ്തു തരാറില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഹയാസിന്റെ ബാഗ് സെറ്റ് ചെയ്യാണ്. ബാഗിലേക്ക് കാര്യമായിട്ടൊന്നും വെക്കാനില്ല. വെക്കേഷനായിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും പിന്നെ വർക്ക് ബുക്കും പിന്നെ പെൻസിൽ പൗച്ചും മാത്രമാണ് കേട്ടോ. അപ്പൊ ഇന്ന് ലഞ്ച് ബാഗ് സെപ്പറേറ്റ് എടുക്കുന്നില്ല. ഈ ഒരു ബാഗിൽ തന്നെയാണ് ലഞ്ചും കൊണ്ടുപോകുന്നത്. ഇക്കാക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു വന്നിട്ട് ഹയാസിന്റെ യൂണിഫോം അയൺ ചെയ്യാൻ ഇടയിൽ ഞാൻ പോയി ഹയാസിനെ കുളിപ്പിച്ചു. പിന്നെ ഞാനും ഒന്ന് ഫ്രഷപ്പ് ആയിട്ടുണ്ട്. പോകാനായിട്ട് ഞാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പൊ ഹയാസിന് ഇനി യൂണിഫോം ഇടിക്കലാണ് ഏറ്റവും വലിയ ചടങ്ങ്. KG സെക്ഷനിൽ ഉണ്ടായിരുന്ന യൂണിഫോം പോലെയല്ല. ഇനിയിപ്പോ ഹയാസിന് കോട്ടും ടൈയും ബെൽറ്റും എല്ലാം വരുന്നുണ്ട്. ആക്ച്വലി ടൈ എങ്ങനെയാണ് കെട്ടുന്നതെന്ന് പോലും എനിക്കറിയാൻ പാടില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇക്കാകാനെ കൂട്ടുപിടിച്ചേക്കാണ് ഇതെല്ലാം ചെയ്യാനായിട്ട്. എന്റെ സ്കൂൾ കാലഘട്ടത്തിലും കോളേജ് കാലഘട്ടത്തിലും ഒന്നും എനിക്ക് ടൈ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇതൊന്നും അറിയാത്തത്. ഇനിയിപ്പോ എല്ലാം നോക്കിയും കണ്ടും പഠിച്ചിട്ട് വേണം ഹയാസിനെ റെഡിയാക്കി വിടാനായിട്ട്. ഹയാസ് യൂണിഫോം ഇടുന്നതൊക്കെ കാണാനായിട്ട് ഉമ്മിച്ചി ഹംനയും കൂടിയും കസേരയിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇതാണ് മാഷാഅല്ലാ ഹയാസിന്റെ യൂണിഫോം. നിങ്ങൾ പറയണോട്ടോ ഈ ഔട്ട്ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത്. സമയം ഇപ്പൊ ഏകദേശം 8:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോ നേരെ സ്കൂളിലേക്ക് പോകാന്. അപ്പൊ ഹയാസ് പോകുന്നതിന് മുന്നേ എല്ലാവരോടും യാത്ര പറയാണ്. ഹംനാനോട് യാത്ര പറഞ്ഞത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇങ്ങനെ ഉമ്മിച്ചിനോടും വാപ്പിച്ചിനോടും എല്ലാം കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞു. ഹംനാനോട് ഇക്കാക്ക സ്കൂളിൽ പോയിട്ട് വരാ, നീ അതുവരെ ഇവിടെ അടങ്ങിയിരിക്കണം, ഇക്കാക്ക വേഗം പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത് ആശാൻ. ഈ ഒരു ടൈം മുതൽ സ്കൂളിലെത്തി സ്കൂളിൽ നിന്ന് ഹയാസിനെ തിരിച്ച് വിളിക്കുന്നത് വരെ എന്റെ നെഞ്ച് ഇങ്ങനെ കിടന്ന് പടപടാ ഇടിക്കായിരുന്നു കേട്ടോ. എനിക്ക് എന്തെന്നില്ലാത്ത ടെൻഷനായിരുന്നു. ഹയാസിന്റെ ഫ്രണ്ടില് ഞാനത് കാണിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം മദേഴ്സിന് എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷൻസ് ഉണ്ടാവുമായിരിക്കും. എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പാടെ നല്ല പെരും മഴയായിരുന്നു. ഹയാസേ പേടിയുണ്ടോ പുതിയ സ്കൂളിൽ പോവാൻ? പിന്നെന്തെന്നുള്ളത് മുടിയൊക്കെ അവിടെ ഒതുക്കി കഴിഞ്ഞപ്പോ ഹയാസ് ഭയങ്കര ക്ഷീണം പോലെ ഈ ഡ്രസ്സൊക്കെ ഇട്ടുണ്ട്. മറ്റേ പച്ചവെട്ടിയല്ല കൊച്ചിന്റെ അപ്പ എന്നെ ട്രോൾ ചെയ്യുന്നു. ഹൈസ് എക്സൈറ്റഡ് ആണോ? ആർ യു എക്സൈറ്റഡ്? ഹൗ മച്ച് എക്സൈറ്റഡ്? സോ മച്ച് എക്സൈറ്റഡ്. ഉച്ചക്ക് ഉമ്മി അമ്മയും കൂടി വരാട്ടോ വിളിക്കാനായിട്ട്. ഓക്കെ, ക്ലാസ്സിൽ നല്ല കുട്ടിയായിട്ടിരിക്കണം, ആക്റ്റീവായിട്ടിരിക്കണം. ഓക്കെ, കൈവക്കി ഫ്രണ്ട് ബെഞ്ചിലിരിക്കണം, മിസ് പറയണൊക്കെ ശ്രദ്ധിക്കണം, പിന്നെ ഫ്രണ്ട്സിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അബ്ബ പറഞ്ഞ എന്തെന്നാന്നറിയോ? ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കണ്ടെന്ന്. ഹൈസ് ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കോ ബാക്ക് ബെഞ്ചിൽ ഇരിക്കോ? എവിടെ ഇരിക്കും? ഓ ഉമ്മിയുടെ മോൻ. അയാസ് എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണെന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ അങ്ങനെ അതേ സ്കൂളിന്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്. എന്റെ നെഞ്ച് കിടന്ന് പടപടാ ഇടിക്കായിരുന്നു കേട്ടോ. എനിക്കറിയില്ല എന്താണ് ഇത്രമാത്രം ടെൻഷൻ ഉണ്ടാവാനുള്ള കാരണം എന്നുള്ളത്. എന്തായാലും ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ പിള്ളേരെയൊക്കെ കണ്ടു. പിന്നെ അതുപോലെ പാരന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ന്യൂ അഡ്മിഷൻസിന്റെയും അതുപോലെ പല കുട്ടികളുടെയും ഫസ്റ്റ് ഡേ ഒക്കെ ആയിരുന്നല്ലോ. അപ്പൊ എല്ലാവരും കൊണ്ടുവന്നാക്കാനായിട്ട് പാരന്റ്സും വന്നിട്ടുണ്ടായിരുന്നു. മഴ ഒന്ന് മാറി നിൽക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ക്ലാസ്സിലേക്ക് പോകാനായിട്ട്. പിന്നെ വീട്ടിൽ നിന്ന് നമ്മൾ ആദ്യം സോക്സും അതുപോലെ ഷൂ ഒക്കെ ഇടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മഴ കാരണം ഞാൻ എന്തായാലും പിന്നെ അതൊക്കെ മാറ്റിയിട്ട് പറഞ്ഞ് ചെരുപ്പ് ഇടിക്കാന്ന് പറഞ്ഞ് ചെരുപ്പാണ് കേട്ടോ ഇടിച്ചു. അങ്ങനെ 8:50 ഹയാസിനെ സ്കൂളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ മിസ്സുമാരൊക്കെ അവിടെ ഫ്രണ്ടിൽ തന്നെ നിരന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ക്ലാസ് റൂം ഒന്നും കാണാൻ പറ്റിയില്ല. ഹയാസിനെ വളരെ സ്നേഹപൂർവ്വം മിസ്സുമാര് അകത്തേക്ക് വിളിച്ചോണ്ട് പോയിട്ടോ. അപ്പൊ ഇനി എങ്ങനെയാവും എന്ന് എനിക്ക് ഭയങ്കര ടെൻഷൻ. ഇന്നിപ്പോ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് കേട്ടോ ക്ലാസ് ഉള്ളത്. നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഞങ്ങൾ രണ്ടാമത് സ്കൂളിലേക്ക് പോകുന്നതാണ്. അതായത് ഹയാസിനെ കൂട്ടാൻ വേണ്ടിയിട്ട്. രാവിലെ പോയപ്പോൾ പെരുമഴയായിരുന്നെങ്കിൽ തിരിച്ച് നമ്മൾ ഉച്ചയ്ക്ക് ഹയാസിനെ വിളിക്കാൻ വേണ്ടി പോയപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി. അപ്പോൾ ഭയങ്കര വീണ്ടും ഞാൻ എക്സൈറ്റഡ് ആണ് ഹയാസിനെ മീറ്റ് ചെയ്യാനായിട്ട്. ഹയാസിനെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുമല്ലോ. അപ്പൊ ഞങ്ങൾ സ്കൂളിലെത്തി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ബസ്സിലെല്ലാം ഫില്ലായിട്ടുണ്ട് കുട്ടികൾ. അപ്പൊ ഇക്കാക്ക പോയിട്ട് ഹയാസിന്റെ
നമ്പർ ബസ്സിൽ നോക്കിയപ്പോൾ ഹയാസ് അതിലുണ്ട് എന്നാണ് ഇക്കാക്ക വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി ബസ്സിൽ കയറിയ കുട്ടീനെ ഇനി ഇറക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എഴുതി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായാലും ഇനി ഇറക്കണ്ട, ഹയാസ് എന്തായാലും ബസ്സിന് തന്നെ വരട്ടെ എന്ന് ഓർത്തു. നമുക്കൊരു ചെറിയ പണി കിട്ടി. ഇന്ന് സ്കൂൾ ബസ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ ഹയാസിന് ഇന്നലെ നേരത്തെ മിസ് ചോദിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു സ്കൂൾ ബസ്സിനാണോ വിടണേന്നുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നൊക്കെ ഇനി സ്കൂൾ ബസ്സിനാണ് വിടണത്. അപ്പൊ ബസ് നമ്പറും കാര്യങ്ങളും എല്ലാവരുടെ സ്കെഡ്യൂളിൽ നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പോഴും അറിയണേ ഇന്ന് ഫുൾ ഓൾ ക്ലാസ്സിനും ഇന്ന് 12 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ സ്കൂൾ ബസ് ഉണ്ട്. ഞങ്ങൾ വന്നപ്പോ ബസ്സിൽ കയറ്റിയിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഇക്കാകെ കണ്ടില്ല, ഇക്കാകെ അവിടെ പോയി നോക്കിയത്, ഇക്കാകെ അവനെ കണ്ടിട്ടില്ല. അപ്പൊ സ്കൂൾ ബസ്സിൽ കയറിയിട്ടുണ്ട് എന്നുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോ ബസ്സിന്റെ ആള് പറഞ്ഞു ഇനി കൊച്ചിനെ വണ്ടിയിൽ നിന്ന് ഇറക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സെപ്പറേറ്റിന് എഴുതി കൊടുക്കണം. അപ്പൊ എന്തായാലും ഇനി സ്കൂൾ ബസ്സിന് തന്നെ വരട്ടെ, എല്ലാവരും കൂടി ഒന്നങ്ങോട്ട് ശീലമായിക്കോട്ടെ എന്ന് ഓർത്ത് നമ്മൾ എന്തായാലും ഇറക്കിയില്ല. പിന്നെ ആള് ബസ്സിൽ തന്നെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ നോക്കാം. ബസ് ഇറങ്ങി വരുമ്പോ ആളവിടെ ഉണ്ടോ ഇല്ലോ എന്നുള്ളത് അപ്പം അറിയാം. അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വിളിക്കുമായിരിക്കും ബസ്സിൽ കയറിയിട്ടില്ലെങ്കിൽ. ഇക്കാക്ക് നാണം വന്നു അവിടെ വെച്ച് ചോദിക്കാനായിട്ട്. എല്ലാരും ബസ്സിലൊക്കെ കയറിയിരിക്കാണ്. പെട്ടെന്ന് ഇക്കാക കൊച്ചാപ്പാട മോള് അവരൊക്കെ ഉണ്ടായിരുന്നു. എന്നാ അവളോട് ചോദിച്ചാൽ മതിയായിരുന്നു അവൻ കയറിയിട്ടുണ്ടോന്ന്. ആരോട് ചോദിച്ചില്ല. എന്തായാലും നമുക്കിനി അവിടെ ചെല്ലുമ്പോ കാണാം. എന്തായാലും കയറിയിട്ടുണ്ടാവും, കാരണം മിസ്സൊക്കെ എല്ലാം നോട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കപ്പൊ ഇനി വേഗം വീടിന്റെ അങ്ങോട്ട് പോവാം. അപ്പോഴേക്കും വരുമായിരിക്കും ബസ് അവിടെ. ഗൈസ്, നമ്മള് അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് പോന്ന് വീട് എത്താറായപ്പോ സ്കൂളിൽ നിന്ന് വിളിച്ചേക്കണ് ഹയാസിനെ ബസ്സിൽ കയറ്റിയിട്ടില്ല എന്നും പറഞ്ഞിട്ട്. എന്താണ് കൊണ്ടുവരാൻ വരാത്ത, ലേറ്റ് ആയല്ലോ എന്നും പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് വിളിച്ചേക്കണ്. എന്റെ പൊന്നേ, അത് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ രാവിലെ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ കൊണ്ടുപോയി ആക്കിയത് കൊണ്ട് നമ്മളവിടെ ഇൻഫോം ചെയ്യണമായിരുന്നു റിസപ്ഷനില്, മോനെ തിരിച്ച് ബസ്സിൽ വിടണം എന്നുള്ളത്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ സിസ്റ്റം ഉണ്ടെന്നേ ഉള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പൊ അടുത്തായാറിന് ഇങ്ങനെ കിടന്ന് ഓടാൻ പറ്റൂലേ, അല്ലെങ്കിൽ ശരിക്കും പെട്ടെന്ന്. ഇതിപ്പോ ഒരു മാക്സിമം ഒരു 10 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന്. അപ്പൊ ഇപ്പൊ ഹയാസിനെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. രാവിലെ ബസ്സിൽ കയറ്റിയാ വിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവര് തിരിച്ച് ബസ്സിന് തന്നെ കൊണ്ടുവന്നേനായിരുന്നു. ഇതിപ്പോ ഫസ്റ്റ് ഡേ ആണ്, ന്യൂ അഡ്മിഷനൊക്കെ ആയതുകൊണ്ട് നമ്മൾ തന്നെ ഇപ്പൊ ചെല്ലണം. പോയിട്ട് ഞങ്ങള് പിന്നെ തിരിച്ചവിടെ നിന്ന് കഥയൊക്കെ പറഞ്ഞ് പെട്രോളൊക്കെ അടിച്ച് വേഗം വീട്ടിൽ വന്നിട്ട് ബസ് വരുമ്പോഴേക്കും മറ്റേ വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് കഥയൊക്കെ പറഞ്ഞ് തിരിച്ചു പോകുന്നതാണ്. വീട്ടിലേക്ക് കയറിയില്ല, ഒരു റൗണ്ട് അടിച്ചെന്ന് പറയാമല്ലോ ശരിക്കും. അവിടെ എത്തിയപ്പോഴേക്കും വിളിച്ചു സ്കൂളിൽ നിന്നും. അപ്പൊ ശനാന്തിന്ന് ഞങ്ങളിത് വിളിക്കാൻ വേണ്ടിട്ട് പോവാണ്. ഹയാസ് അവിടെ ഇരുന്ന് പാനിക്കാവും, എന്താവുന്നോ. ഹയാസ് ചിലപ്പോ വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. അങ്ങനെ ഇനിയിപ്പൊ ചെന്ന് വിളിക്കാം. ഹയാസിന്റെ ഫസ്റ്റ് ഡേ എന്തായാലും വളരെ മെമ്മറബിൾ ആയിട്ടുണ്ട്. ഇതെന്തായാലും ഒരിക്കലും മറക്കൂല, കാരണം ഞങ്ങൾ 2 പ്രാവശ്യം തിരിച്ച് ഓടിയിട്ടുണ്ട് ഇങ്ങോട്ടേക്ക്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ എററിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ഇഷ്യൂ ആണ് കേട്ടോ. എന്തായാലും നമ്മൾ ചെന്നപ്പോഴേക്കും ഹയാസ് ഭയങ്കര ഹാപ്പി ആയി. അങ്ങനെ ഹയാസിനെയും കൂട്ടിയിട്ട് നമ്മൾ ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഗൈസ്, ദേ ഹയാസിനെ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായി സ്കൂളില്. അപ്പൊ നീ ബസ്സിൽ കയറി പോന്നോർത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്ന്. വീട്ടിൽ വന്നപ്പോഴാണ് സ്കൂളിൽ നിന്ന് വിളിക്കണത് ഹയാസിനെ കൊണ്ടുവരാൻ വരാത്ത എന്താന്നും ചോദിച്ചു. ഹയാസ് ഒറ്റക്കായി പോയാ? അവിടെ ഇരിക്കുന്ന എന്റെ മിസ്സിന്റെ പേരെന്താ പുതിയ? മറന്നോയാ? മിസ് എന്തൊക്കെ പറഞ്ഞെന്ന്? എന്തെന്നാ പറഞ്ഞെന്ന് പറയാ മിസ്? എന്തെന്നാ ഹോംവർക്ക് തന്നേക്കണത്? അതാണ് ഹോംവർക്ക്. ഓക്കെ, അത് മിസ് എഴുതിച്ച സ്കൂളിൽ വെച്ച്? എന്നിട്ട് എഴുതണോ? എന്നാ മിസ് എന്തൊക്കെ പറഞ്ഞു? നല്ല മിസ്സാണോ? മിസ്സിന് ഇഷ്ടമായി? അതായത് മിസ്സാണ്. എത്ര മിസ്സുമാര് വന്നു ക്ലാസ്സിൽ?
3 മിസ്. ആരൊക്കെ ഏതൊക്കെ സബ്ജക്ട് എടുക്കുന്ന മിസ്സുമാരാ വന്നത്? മിസ് വന്നപ്പോ വന്നിട്ട് വേഗം പോയി. ആ മിസ് ഒരു സബ്ജക്റ്റും എടുക്കാത്ത മിസ്സായിരിക്കും. ഓ, അതായിരിക്കുമല്ലേ പോയത്. പിന്നെ ഫുഡ് കഴിച്ചാ? നൂഡിൽസ് കഴിച്ചാ? നല്ലതായിരുന്നോ? മിസ് നൂഡിൽസ് കൊണ്ടുവരാൻ പാടില്ല. പിന്നെന്താ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു? നാളെ ഹെൽത്തി വെജിറ്റബിൾ ഒക്കെ കൊണ്ടുവരാൻ. പിന്നെ മിസ്സാണ് തുറന്നത് പാത്രം. പക്ഷെ അടുക്കാണ് നല്ല പാടാണ്. പക്ഷെ എന്നാലും അടിച്ചു. ഓക്കേ. അപ്പൊ നാളെ തൊട്ട് നീ ഹെൽത്തി ഫുഡൊക്കെ കൊണ്ടുപോകണം അല്ലേ? വേറെ ഫ്രണ്ട്സ് ഒക്കെ എന്താ കൊണ്ടുവന്നെ? എഗ്ഗൊക്കെ കൊണ്ടുവരാട്ടാ. അതിന്റെ കൂടെ സ്പൂണും കൊണ്ടുവരാം. സ്കൂൾ ഇഷ്ടായ? അൽഫിത്രേന് ഇഷ്ടായത്? ഈ സ്കൂളാണ് ഇഷ്ടായത്? അൽഫിത്ര അവിടെ നല്ല ഈസിയാ. പക്ഷെ ഇവിടെ നല്ല ഹാർഡ്. ഇവിടെ നല്ല ഹാർഡാണ്. ഈസി ആവൂട്ടാ. നല്ലവണ്ണം പഠിച്ചു കഴിയുമ്പോ ഈസി ആവും. ഓക്കെ. അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ പോവാണ്. അപ്പൊ നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അപ്പൊ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ. See you.